എല്ലാവരും എൻ്റെ വീഡിയോയിലേക്ക് വരൂ. നമുക്ക് ഒന്നിച്ച് എക്സസൈസ് ചെയ്യാം. ഇപ്പോൾ വയറ്റിനുള്ളിലെ കൊഴുപ്പ് കുറയ്ക്കാൻ വളരെയധികം പ്രയാസമാണ്. പല വിധത്തിലുള്ള മരുന്നുകളൊക്കെ കഴിച്ചു നോക്കി, എന്നിട്ടും കൊഴുപ്പ് കുറയുന്നില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് ഇതുപോലെയുള്ള എക്സസൈസുകളാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കാണിക്കുന്നത് കാലുകൾക്ക് നല്ല ബലം കിട്ടാനാണ്. കാലുകളുടെ ബലമാണ് നമ്മുടെ ശരീരത്തെ താങ്ങി നിർത്തുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ കാലിൻ്റെ എക്സസൈസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് കൊഴുപ്പ് കുറയ്ക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ്ട് ഞാനൊന്ന് താഴേക്ക് ഇറങ്ങി നിങ്ങൾക്ക് നല്ലപോലെ കാണാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ഈ അടിവയറ്റിൽ നല്ലൊരു ചൂട് കിട്ടുകയാണെങ്കിൽ അടിവയറ്റിലുള്ള അടിഞ്ഞു കൂടിയിരിക്കുന്ന കൊഴുപ്പിനെ നീക്കം ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതാണ്ട് ഇത്തരത്തിൽ നമ്മളൊന്ന് മൂവ് ചെയ്ത് കാലിങ്ങനെ പൊക്കിയിട്ട് കൈ കൊണ്ട് കാലിനെ പിടിച്ചു നിർത്തണം. എത്ര നേരം നിങ്ങൾക്ക് പിടിച്ചു നിർത്താം. കുറച്ച് വയറൊക്കെ ഉള്ളവർക്ക് കുറച്ച് പ്രയാസമാണ്, പക്ഷെ അതൊന്ന് ശ്രമിച്ചു നോക്കണം. അങ്ങനെ ആകുമ്പോൾ നമ്മളുടെ അടിവയറ്റിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ആ കൊഴുപ്പ് നീക്കം ചെയ്യാൻ സാധിക്കും. പിന്നെ ഇത് നമുക്ക് സൈക്ലിംഗ് ആണ്. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് വെളിയിൽ നടന്ന് ആ ഒരു നടപ്പ് നമുക്ക് കിട്ടത്തില്ല, നടക്കാൻ പറ്റത്തില്ല മഴ ആയതുകൊണ്ടല്ലേ. അപ്പം നമ്മുടെ ഉള്ള സ്ഥലത്ത് തന്നെ നമുക്ക് ഇരുന്നുകൊണ്ട് കണ്ടേ ഇത് ഒരു സൈക്ലിംഗ് കൊടുക്കാം. കിടന്നുകൊണ്ട് കൊടുക്കുന്ന സൈക്ലിംഗ് ആണിത്. ഇത് വളരെ വളരെ എഫക്റ്റീവാണ്. കാലുകൾക്ക് നല്ല ബലം കിട്ടും. അതുപോലെ തന്നെ തുടലൊക്കെ ലൂസായ മസിലുകളൊക്കെ ഒന്ന് ടൈറ്റാകും. അതിനുശേഷം ഇതാണ്ട് ഇങ്ങനെ ചെയ്യാം. ഇത് നമ്മൾ കാല് പൊക്കുന്നതോടൊപ്പം തന്നെ കൈയും കൊണ്ടുവരിക. ഇപ്പോൾ റൈറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ലെഫ്റ്റിലേക്ക് കൈ കൊണ്ടുവന്നടിക്കുക. ഇപ്പം ഇതാണ്ട് ഇപ്പം ഞാൻ റൈറ്റിലെടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് കാല് കൊണ്ടടിക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുക. കണ്ടോ, ഇത് നമ്മുടെ ആ അടിവയറ്റിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മസിലുകളെ ലൂസാക്കാൻ ഒരു ചൂട് കൊടുക്കുന്ന പ്രക്രിയയാണ്. ഇങ്ങനെ നമ്മൾ ആയാസപ്പെട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ചൂടടിക്കുകയാണ്. അപ്പോൾ ഇത് ഞാനൊരു 10 പ്രാവശ്യമാണ് ചെയ്തത്. റിപ്പീറ്റ് ഒന്ന് വിശ്രമിച്ചതിന് ശേഷം ഒരു 10 പ്രാവശ്യം കൂടി ചെയ്യും. അപ്പം നിങ്ങളിപ്പോൾ അതുപോലെ തന്നെ ചെയ്യും. ഞാൻ 10 പ്രാവശ്യം ഇപ്പോൾ കാണിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ വേണ്ട, അതേ ഒരു പ്രാവശ്യം കൂടി കാണിക്കാം. ഒരു പ്രാവശ്യം കൂടി ഞാൻ അങ്ങനെ ടോട്ടൽ 20 പ്രാവശ്യമാണ് ഞാൻ ഈ രീതിയിൽ ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നേരെ കൈ കൊടുത്തടിച്ചെങ്കിൽ ഇപ്പോൾ ഞാൻ ഇതിപ്പോൾ ഇടത് കാല് പൊക്കുമ്പോൾ വലത് കൈയിലേക്ക് അടിക്കുകയും വലത് കാല് പൊക്കുമ്പോൾ ഇടത് കൈയിലേക്ക് അടിക്കുകയുമാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ തുടയ്ക്കൊക്കെ നല്ല മസിൽ ടൈറ്റ് ഉണ്ടാകാൻ വളരെ നല്ലതാണ്. അപ്പോൾ എത്ര നേരം നിന്ന് ജോലി ചെയ്യേണ്ടവർക്കാണെങ്കിലും നിന്നൊക്കെ ജോലി ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഈ പ്രായാധിക്യമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അപ്പോൾ അങ്ങനെ അല്ലാതെ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നവർ, അപ്പോൾ അവർക്കൊക്കെ ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള എക്സസൈസ്. ഇതിപ്പോൾ നമ്മൾ ഒന്ന് പൊങ്ങി കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മുടെ തലയുടെ ഭാഗം കൊണ്ടുവന്ന് വയറിനെ ഒന്ന് ശ്വാസം വലിച്ചു പിടിച്ച് ാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മളത് തിരിച്ചു പോകുമ്പോൾ ശ്വാസം വിട്ടു പോവുകയും ചെയ്യും. ശ്വാസം പിടിച്ചുകൊണ്ട് പൊങ്ങുക, ശ്വാസം വിട്ടുകൊണ്ട് താഴുക, ശ്വാസം പിടിച്ചുകൊണ്ട് പൊങ്ങി ശ്വാസം വിട്ടുകൊണ്ട് താഴുക. അതിനുശേഷം ചെയ്യുന്ന എക്സസൈസ് എന്ന് പറയുന്നത് നടുവിൻ്റെ പ്രശ്നങ്ങൾക്ക്. പലപ്പോഴും ഇപ്പോൾ ചെറിയ ആൺകുട്ടികൾക്ക് മുതൽ നടുവേദന ഒരു വലിയ ശല്യമാണ്. എന്തെങ്കിലും ഒന്ന് യാദൃശ്യമായി ഒന്ന് കുനിഞ്ഞൊരു ചെറിയ വെയിറ്റ് എടുത്താൽ പോലും നടുവേദന. അപ്പം നടുവേദനയ്ക്ക് ഏറ്റവും ഉത്തമമായ ഒരു വ്യായാമ മുറയാണ് ഇപ്പോൾ കാണിക്കുന്നത്. കൈ ഇങ്ങനെ വെച്ചിട്ട് എത്ര നേരം ഇങ്ങനെ പൊങ്ങി ഫോൾഡ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും അത്രയും നേരം നിൽക്കുക, താഴേക്ക് വരിക. വീണ്ടും നമ്മൾ ആ ഫോൾഡ് ചെയ്ത് കൊടുക്കുക, എത്ര നേരം നിൽക്കാൻ സാധിക്കും, വീണ്ടും താഴേക്ക് വരിക. അപ്പോൾ നമ്മുടെ ഈ കാലും ഇങ്ങനെ കുത്തി നിർത്തിയാണ് വേണ്ടത്. കണ്ടോ, കാല് കുത്തി നിർത്തിക്കൊണ്ടാണ് നമ്മുടെ ബോഡിയെ നമ്മൾ പൊക്കുന്നത്. അരക്കെട്ട് ഭാഗം പൊക്കുകയും താത്തുകയും ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് കണ്ടോ, നമ്മൾക്കിടെ ഈ ഒരു ഇടുപ്പ് വശങ്ങളൊക്കെ നല്ല ടൈറ്റാകാനും അവിടെയൊക്കെ ഉള്ള മസിലുകളൊക്കെ ടൈറ്റായി വരികയാണെങ്കിൽ നമുക്ക് അനായാസേന നമ്മുടെ കാലുകളൊക്കെ പൊക്കുകയും എവിടെയെങ്കിലുമൊക്കെ ഇപ്പോൾ അത്യാവശ്യം മുകളിലൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ എടുക്കണമെങ്കിലുമൊക്കെ സാധിക്കും. കണ്ടോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസ് അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ ആ ഒരു ലെഫ്റ്റിലെ കാല് പൊക്കുമ്പോൾ ലെഫ്റ്റിലെ കൈ കൊണ്ട് തന്നെയാണ് അതിനെ തട്ടുന്നത്. കണ്ടോ,
എത്ര സമയം ചെയ്യാൻ സാധിക്കും അങ്ങനെ ചെയ്യുക. ഇപ്പം 10-20 പ്രാവശ്യമൊക്കെയാണ് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത്. അതുപോലെ ഞാൻ ഓരോ എക്സസൈസ് കാണിച്ചതും ഒരു 20 പ്രാവശ്യമൊക്കെ ചെയ്താൽ മതിയാവും. ഡെയിലി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യത്തോടിരിക്കാനും മരുന്ന് ഉപേക്ഷിക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുകയും ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.